കരിപ്പൂരിൽ സ്വർണം കടത്തി പിടിക്കപ്പെടുന്നവരിൽ 99% മുസ്ലിം പേരുകാരെന്ന് KT ജലീൽ. ഇവരൊക്കെ കള്ളക്കടത്ത് മതവിരുദ്ധമല്ലെന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. ഫേസ്ബുക്കിലാണ് KT ജലീലിന്റെ പ്രതികരണം. സമീർ ബിൻ കരീം വിശദാംശങ്ങളുമായി. സമീർ, ഇതിനോടകം തന്നെ വലിയൊരു വിവാദം നിലനിൽക്കെയാണ് ഇനിയും വിവാദമാകാൻ സാധ്യതയുള്ള മറ്റൊരു പ്രസ്താവനയുമായി ഇപ്പോൾ KT ജലീൽ രംഗത്തെത്തിയിട്ടുള്ളത്. അദ്ദേഹം എന്താണ് ഫേസ്ബുക്കിൽ വ്യക്തമാക്കുന്നത്? അനുജ, KT ജലീൽ പറയുന്നത് കരിപ്പൂർ വിമാനത്താവളത്തിൽ സ്വർണവുമായി പിടിക്കപ്പെടുന്ന 99% പേരും മുസ്ലിം പേരുകാരാണ് എന്നുള്ളതാണ് KT ജലീൽ പറയുന്നത്. ഇവരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് കള്ളക്കടത്ത് മതവിരുദ്ധമല്ല എന്നുള്ളതാണ്, ഹവാല ഇസ്ലാമിക വിരുദ്ധമല്ല എന്നുള്ളതാണ് ഇത്തരം ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അത് തിരുത്തപ്പെടേണ്ട കാര്യമുണ്ട്. ഒപ്പം തന്നെ വിശ്വാസികൾക്ക് മതനിയമങ്ങൾ പാലിക്കാനാണ് കൂടുതൽ താല്പര്യമെന്നാണല്ലോ വെപ്പ്. എന്താ അതിനിത്ര മടിയെന്നും KT ജലീൽ ചോദിക്കുന്നു. ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് എല്ലാ മതക്കാരും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളും ഈ സ്വർണ്ണക്കടത്തിൽ പങ്കാളികളാണ് എന്നുള്ള ഒരു ഫേസ്ബുക്കിൽ ഒരാൾ കമന്റ് ഇട്ടിരുന്നു. ആ കമന്റിന് മറുപടിയായാണ് KT ജലീൽ ഇത്തരം ഒരു വിവാദ പ്രസ്താവന നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി തന്നെ പ്രതിരോധത്തിലായിരിക്കുന്ന ഒരവസ്ഥ, മുഖ്യമന്ത്രി തന്നെ വിവാദത്തിലേക്ക് പോയിരിക്കുന്ന ഒരവസ്ഥ. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വിവാദ പ്രസ്താവനയുമായി KT ജലീൽ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ KT ജലീലിന്റെ ഈ വാദത്തിനെതിരെ നിരവധി ആളുകളാണ് പോസ്റ്റുമായി രംഗത്ത് വരുന്നത്. അവർ പറയുന്നത് താങ്കൾ സംഘപരിവാറിന്റെ ആരോപണം ഏറ്റെടുത്തിരിക്കുകയാണോ, ഈ ഇക്കാര്യത്തിൽ എന്തൊക്കെയാണ് തെളിവുകളുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി KT ജലീലിനെതിരെ വലിയ വിമർശനമാണ് ഫേസ്ബുക്കിൽ ഉയരുന്നത്. അനുജ, അതാണ് വിവാദ പ്രസ്താവനയുമായി KT ജലീൽ ഫേസ്ബുക്കിൽ.